ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിലെത്തിക്കും. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും M മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഇന്ന് പത്മകുമാറിന് നിർണായകമാണ്. എന്തായാലും കസ്റ്റഡി അപേക്ഷ എപ്പോഴാകും കോടതി പരിഗണിക്കുക? ഒപ്പം ഈ ബൈജു അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമല്ലോ. അശ്വതി, അല്പസമയത്തിനകം തന്നെ പത്മകുമാറിനെ ഈ കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് എത്തിക്കും. വലിയ സുരക്ഷയാണ് പോലീസ് രാവിലെ മുതൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കോടതിക്ക് പുറത്തുള്ള ഗേറ്റ് വരെ അടച്ചാണ് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കുന്നത്. എന്തായാലും പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റിലായ അന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ SIT സംഘം സമർപ്പിച്ചു. അതിന്ന് പരിഗണിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ നേരിട്ടെത്തിക്കും. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ പത്മകുമാറിനെ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇതാ എത്തിച്ചിരിക്കുന്നു. ഈ കോടതിക്കുള്ളിലേക്ക് പത്മകുമാറുമായി ഈ അന്വേഷണ സംഘം ഇപ്പോൾ കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ സമയം കോടതി നടപടിക്രമങ്ങൾ എത്രയും വേഗം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ്. ഏതായാലും പത്മകുമാറിനെ കോടതിക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ വാഹനം ഇപ്പോൾ കോടതിക്കുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എന്തായാലും വലിയ സുരക്ഷ ഒരുക്കിയാണ് പോലീസ് ഈ പത്മകുമാറിനെ കോടതിക്കുള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പുറത്ത് BJP പ്രവർത്തകരുടെ പ്രതിഷേധമടക്കമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. N വാസുവിനെ അടക്കം കോടതിയിലേക്ക് എത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്തായാലും പത്മകുമാറിനെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്ന കസ്റ്റഡി അപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കുമ്പോൾ അന്വേഷണ സംഘത്തിന് പത്മകുമാറിനെ വിട്ടു നൽകുമ്പോൾ അത് കൂടുതൽ നിർണായകമാണ്. കാരണം പത്മകുമാറിൽ നിന്നും ഏറെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത അറസ്റ്റ് കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം CPM-ന്റെ ഒരു നോമിനിയായിട്ടുള്ള അല്ലെങ്കിൽ CPM-ന്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള നേതാവായിട്ടുള്ള പത്മകുമാർ ഇന്ന് SIT-യുടെ കസ്റ്റഡിയിലാണ്, ഈ അറസ്റ്റിലാണ്. പത്മകുമാറിന്റെ മുൻപിൽ ഇനി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇദ്ദേഹം CPM-ന്റെ ഒരു മുതിർന്ന നേതാവാണെങ്കിൽ കൂടിയും ഈ അവസാന നിമിഷമൊക്കെ CPM-മായി ഒരു ചെറിയ രീതിയിലൊരു അകൽച്ച ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നടക്കം ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അതായത് ആറന്മുളയിൽ നിന്നും വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എടുക്കുന്നു. അപ്പോൾ അതിലൊക്കെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ച് ഇത്രയും വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി. എന്തായാലും ഇനി പത്മകുമാറിന് മുന്നും പിന്നും നോക്കാനില്ല. എന്തായാലും അദ്ദേഹം വളരെ നിർണായകമായ കാര്യങ്ങൾ താൻ കുടുങ്ങി ഇനി മറ്റുള്ളവരെയും കൊടുക്കുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് പത്മകുമാറിനുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അന്വേഷണ സംഘത്തിന് അത്തരത്തിലാണ് മൊഴി നൽകിയത്. ഒരു ദൈവതുല്യനെയൊക്കെ പരാമർശിച്ചിരുന്നു. എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ എത്തുമ്പോൾ പത്മകുമാറിന് മാത്രമല്ല, അത് CPM-നാണ് നിർണായകം, മുഖ്യമന്ത്രിക്കാണ് നിർണായകം, ഇന്നത്തെ ദേവസ്വം മന്ത്രിക്കാണ് നിർണായകം, ഒപ്പം അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇത് നിർണായകമായിരിക്കും. അല്ലേ മനോജ്? തീർച്ചയായും അതുതന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉന്നതരിലേക്ക് തന്നെ ഈ അന്വേഷണം എത്തും. അതോടൊപ്പം തന്നെ CPM പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ, കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. കാരണം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് നേതാക്കളെ അടക്കം കുറ്റം പറയുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ അടക്കം കുറ്റം പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. പിന്നീട് അനുനയിപ്പിച്ച് കൊണ്ടുവരുവാൻ നേതാക്കൾ പാടുപെട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ അറസ്റ്റിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു ഭയം ഉള്ളിലുണ്ട്. പത്മകുമാർ എന്തെങ്കിലും തുറന്നു പറയുമോ എന്നുള്ള കാര്യം. പത്മകുമാർ അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ പത്മകുമാറിനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുവാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഇത്രയധികം തെളിവുകൾ പുറത്തു വന്നിട്ടും CPM സംസ്ഥാന സെക്രട്ടറി പത്മകുമാറിനെ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു അവിശുദ്ധ കൂട്ടുകെട്ട്, തങ്ങളിലേക്ക് ആ വിരൽ ചൂണ്ടുമോ എന്നൊരു ഭയം CPM-ന് സ്വാഭാവികമായിട്ടും ഉണ്ട്. ആ ഒരു ഭയം പത്മകുമാറിനെ എത്രത്തോളം ഈ ഉന്നത അധികാരികൾ സംരക്ഷിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. അതുകൊണ്ടാണ് 1.5 മാസത്തോളം സമയം പത്മകുമാറിനും വാസുവിനും ഈ അന്വേഷണ സംഘം നൽകിയത്, ഈ സർക്കാർ നൽകിയത്. കാരണം ഇവർക്ക് കൃത്യമായൊരു ഉത്തരം ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സമയം, ഒപ്പം തെളിവുകളൊക്കെ നശിപ്പിക്കാനുള്ള സമയം അനുവദിച്ചതിന് ശേഷം ഒരു പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന അർത്ഥത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കുന്നു. അന്വേഷണ സംഘം ഇപ്പോൾ വീണ്ടും കസ്റ്റഡി അപേക്ഷ നീട്ടി ചോദിക്കുന്നു. എന്തായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക. അപ്പോൾ ഈ തെളിവുകൾ ഇതിൽ നിർണായകമാണ്. ആ തെളിവുകളൊക്കെ എപ്പോഴേ നമ്മുടെ പത്മകുമാറും വാസുവും ഒക്കെ നശിപ്പിച്ച് കാണാം.
അത് CPM മുതിർന്ന നേതാക്കളുടെ ഒത്താശയോടെ. അതുകൂടി നമുക്ക് ഈ അവസരത്തിൽ പറയണം മനോജ്. തീർച്ചയായും ഈ കേസിൽ ഏറ്റവും അറസ്റ്റിലാകുന്ന ആളാണ് എ പത്മകുമാർ. അതിനു മുമ്പായി അറസ്റ്റിലായത് എൻ വാസുവാണ്. അവർക്ക് ലഭിച്ച സമയം എന്നുള്ളത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് മുതൽ തുടങ്ങി ഇങ്ങോട്ട് ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യുമ്പോൾ എൻ വാസുവിനും എ പത്മകുമാറിനും വലിയ ഒരു സമയം ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടിയും അത്തരത്തിലായിരുന്നു. വെറും കുറ്റാരോപിതനും മാത്രമാണ് എ പത്മകുമാർ, അത്തരത്തിലൊരു നടപടിയിലേക്കും സംഘടന കടക്കുന്നില്ല എന്നുള്ളതാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. അങ്ങനെ പത്മകുമാറിനെ സംരക്ഷിക്കുവാനുള്ള എല്ലാ വഴികളും CPM നോക്കുന്നുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ അത് പത്മകുമാറിനെതിരായിരുന്നു. പത്മകുമാറിനോടൊപ്പം തന്നെ ഇനി അറസ്റ്റിലാകാനിരിക്കുന്ന ആളുകൾക്ക് പോലും അത് വലിയൊരു ഭയം തന്നെയാണ്. കാരണം പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഏതൊക്കെ തരത്തിലുള്ള സ്വാധീനം ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റി അന്വേഷണ സംഘം കൃത്യമായും അത് കോടതിയെ അറിയിക്കും. അതോടൊപ്പം തന്നെ കോടതി നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് പത്മകുമാറിനെ അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ വിടും. അതോടൊപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലുകൾ നിർണായകമാണ്. അത് എൻ വാസുവിനെ ആയാലും അതോടൊപ്പം തന്നെ എ പത്മകുമാറിനെ ആയാലും. എൻ വാസുവിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് സെക്രട്ടറി മുതൽ CPMൻ്റെ നേതാവ്, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ CPMന് വേണ്ടി പ്രവർത്തിച്ചിരുന്നയാൾ, അത്തരത്തിലൊക്കെയുള്ള പശ്ചാത്തലമുള്ള എൻ വാസു, അതോടൊപ്പം എ പത്മകുമാർ മുൻ MLA, CPMൻ്റെ ജില്ലാ കമ്മിറ്റി. മനോജ്, എന്തായാലും ഈ ഇന്നത്തെ ദിവസം നിർണായകമാണ്. ഈ കസ്റ്റഡി അപേക്ഷ നീട്ടിക്കിട്ടിയാൽ ആ ദൈവതുല്യന്റെ പേര് പത്മകുമാറിന് പറഞ്ഞേ പറ്റൂ. പത്മകുമാർ പറയും. അപ്പോൾ അത് കടകംപള്ളിയിലേക്ക് എത്തുമ്പോൾ CPMന്റെ ആകെ കട പുഴകുമോ എന്നല്ലേ മനോജ് നമുക്കിനി കണ്ടറിയേണ്ടത്. തീർച്ചയായും അതുതന്നെയാണ്. ദേവസ്വം വകുപ്പിലേക്ക് ഈ ഒരു അന്വേഷണം എത്തുമ്പോൾ അത് കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു ഭയം ഉളവാക്കുന്ന സംഭവം തന്നെയാണ്. കാരണം പത്മകുമാറിൻ്റെ അറസ്റ്റ് അത് കടകംപള്ളിക്ക് നേരെ വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിൻ്റെ ഈ മൊഴി അത് അന്വേഷണ സംഘം അത് ചോദ്യം ചെയ്യലിലൂടെ രേഖപ്പെടുത്തുമ്പോൾ അതിൽ പത്മകുമാർ ദൈവതുല്യനായി കണ്ടിരുന്ന ആളുടെ പേരുണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു പേരുണ്ടായാൽ അന്വേഷണ സംഘം അവരിലേക്ക് നീങ്ങും. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും. കൂടുതൽ അന്വേഷണം ഈ കാര്യത്തിൽ വേണ്ടി വരുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും മനോജ്, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും പത്മകുമാറിനും CPMനും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ ഇന്ന് നിർണായകമാണ്. കസ്റ്റഡി അപേക്ഷ കോടതിയിൽ എത്തുകയാണ്. കസ്റ്റഡിയിൽ പത്മകുമാറിനെ വീണ്ടും ലഭിക്കുവാണെങ്കിൽ കടകംപള്ളിയുടെ അടക്കം പേരുകൾ ഇനി പുറത്തു വരും. ഇനി അതിലേക്കാണ് അന്വേഷണം.